സഹനത്തിന്റെ ഉദ്യാനങ്ങളിലൂടെ നടന്നു നീങ്ങി ആ സഹനങ്ങളെല്ലാം കൃപകളാക്കി മാറ്റിയ ഒരു പുണ്യചരിതയാണ് ധന്യ സിസ്റ്റർ മരിയ സെലിൻ കണ്ണനാക്കിൽ എന്ന് ഉഴ്സലൈൻ സന്യാസി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വീണ. സിസ്റ്റർ മരിയ സെലിനെ ധന്യ പദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തിയതിന്റെ സന്തോഷം ഷേക്കന ന്യൂസിനോട് പങ്കുവയ്ക്കുകയായിരുന്നു സിസ്റ്റർ വീണ. ഓഗസ്റ്റ് 5-ന് വത്തിക്കാനിൽ വെച്ച് മരിയ സെലിൻ വെനറബിളാകുമ്പോൾ ധന്യ പദവിയിലേക്ക് നിൽക്കുമ്പോൾ ഉഴ്സലൈൻ സഭാംഗങ്ങളായ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിശുദ്ധിയായി നാമകരണം ചെയ്യപ്പെടാനുള്ളതിന്റെ രണ്ടാമത്തെ പടിയാണ് ധന്യപദവി പ്രഖ്യാപനം. ആദ്യ വ്രതവാഗ്ദാനത്തിന് ശേഷം 35 ദിവസം മാത്രം ജീവിക്കുകയും സന്യാസിനി സമൂഹത്തിൽ വെറും 3 വർഷം മാത്രം അംഗമായിരിക്കുകയും ചെയ്ത സിസ്റ്റർ സെലിനെ ധന്യപദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തിയതിന്റെ സന്തോഷത്തിലാണ് ഉഴ്സലൈൻ സന്യാസിനി സമൂഹം. സഹനത്തിന്റെ ഉദ്യാനത്തിലൂടെ നടന്നു നീങ്ങിയ ആ സഹനങ്ങളെല്ലാം കൃപകളാക്കി മാറ്റിയ ഒരു പുണ്യചരിതയാണ് ദൈവദാസി സിസ്റ്റർ മരിയ സെലിൻ. തൃശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ ഇടവകയിൽ കണ്ണനായ്ക്കൽ ഫ്രാൻസിസിന്റെയും ഫിലോമിനയുടെയും രണ്ടാമത്തെ മകളായി 1931 ഫെബ്രുവരി 13-ന് സിസ്റ്റർ സെലിൻ ജനിച്ചു. ഇളയ 3 സഹോദരന്മാരും അനിയത്തിയും അനേകം ബന്ധുമിത്രാദികളും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. കുണ്ടന്നൂർ, കോട്ടപ്പടി, എരുമപ്പെട്ടി എന്നിവിടങ്ങളിലായിരുന്നു സെലീനയുടെ സ്കൂൾ വിദ്യാഭ്യാസം. സമയം കിട്ടുമ്പോൾ ഭക്തിഗാനങ്ങൾ എഴുതാനും പാടാനും സെലീന താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. കുണ്ടന്നൂർ പള്ളി ഗായക സംഘത്തിലും ഭക്തസംഘടനകളിലും അവൾ അംഗമായിരുന്നു. ആനപ്പാറ ട്രെയിനിങ് സ്കൂളിൽ നിന്നും TTC പാസ്സായി സെലീന വീട്ടിലെത്തി. ആമ്പക്കാട് സ്കൂളിൽ കുറച്ചുകാലം ജോലി ചെയ്തു. അതിനുശേഷം കോഴിക്കോട് ജില്ലയിൽ ഫാദർ വർഗീസ് തയ്യിൽ മാനേജറായിരുന്ന കൂരാച്ചുണ്ട് സെന്റ് തോമസ് സ്കൂളിൽ 1951 നിയമനം ലഭിച്ചു. ക്രൂശിതനായ യേശുവിനോട് പ്രത്യേക ഭക്തിയുള്ള സെലീന ഒരു കോൺവെന്റിൽ ചേരുവാനുള്ള ആഗ്രഹം തയ്യിലച്ചനോട് പറഞ്ഞു. ഫാദർ വർഗീസ് തയ്യിലിന്റെ സഹോദരി സിസ്റ്റർ ആഗ്നസ് കണ്ണൂർ ഉർസുലൈൻ സഭാംഗമായിരുന്നു. തുടർന്ന് സിസ്റ്റർ സെലിൻ തയ്യിലച്ചന്റെ പ്രാർത്ഥന അനുഗ്രഹത്തോടെ 1954 ജൂൺ 24-ന് ജോലി രാജിവെച്ച് ഉർസുലൈൻ സന്യാസിനി സഭയിൽ ചേർന്നു. സഭാധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് ക്രിസ്തുമസ് അവധിക്കാലത്ത് നോവിഷ്യേറ്റിൽ പ്രവേശിക്കുന്നവരെ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിൽ പഠിപ്പിച്ചു. 1955 കണ്ണൂർ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൽ അധ്യാപികയായി സേവനം തുടർന്നു. 1957 ജൂൺ 20-നായിരുന്നു ആദ്യവ്രതവാഗ്ദാനം. അന്ന് യേശുനാഥൻ പ്രത്യക്ഷനായി ഈ സുദിനത്തിൽ അവളുടെ ആരോഗ്യത്തെ തനിക്കുള്ള സമ്മാനമായി വേണമെന്നും അവളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ താൻ താമസിയാതെ വരുമെന്നും സിസ്റ്റർ സെലീനയോട് പറഞ്ഞിരുന്നു. ആദ്യവ്രതവാഗ്ദാനത്തിനു ശേഷം 35 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ സെലിൻ ഈ ലോകത്ത് നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. സിസ്റ്റർ സെലിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നാൽ യേശുവിനെ അളവില്ലാതെ സ്നേഹിച്ച് അവിടത്തേക്ക് വേണ്ടി സഹിക്കുക എന്നതായിരുന്നു. യേശുനാഥിന്റെ പീഡാനുഭവങ്ങളോടുള്ള തീവ്രമായ ഭക്തി എന്തും സഹിക്കുവാനുള്ള കരുത്ത് അവൾ കേകി. നിസ്വാർത്ഥമായ പരസ്നേഹവും എളിമയും അനന്യസാധാരണമായ അനുസരണശീലവും ത്യാഗമനോഭാവവും സിസ്റ്റർ സെലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയിരുന്നു. യേശുവിനു വേണ്ടി ആത്മാക്കളെ നേടുന്നതിൽ മാത്രമായിരുന്നു അവൾ തന്റെ സർവ്വശ്രദ്ധയും പതിപ്പിച്ചിരുന്നത്. അവിടുത്തെ സന്തോഷിപ്പിക്കാനായി എന്ത് ചെയ്യാനും എന്ത് ത്യാഗം സഹിക്കാനും അവൾ സദാ സന്നദ്ധയായിരുന്നു. ഷെക്കേന ന്യൂസ്, കണ്ണൂർ.